بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا أبو القاسم خالد بن خلي قال حدثنا محمد بن حرب قال الأوزاعي أخبرنا الزهري عن عبيد الله بن عبد الله بن عتبة بن مسعود عن ابن عباس رضي الله عنهما وعنهم أنه تمارى هو والهر بن قيس بن حسن الفزاري في صاحب موسى فمر بهما أبي بن كعب فدعاه ابن عباس فقال إني تماريت أنا وصاحبي هذا في صاحب موسى الذي سأل السبيل إلى لقيه هل سمعت رسول الله صلى الله عليه وسلم يذكر شأنه؟ فقال أبي نعم سمعت النبي صلى الله عليه وسلم يذكر شأنه يقول بينما موسى في ملئ من بني إسرائيل إذ جاءه رجل فقال أتعلم أحدا أعلم منك؟ قال موسى لا. فأوحى الله عز وجل إلى موسى بلى عبدنا خضر فسعل السبيل إلى لقيه فجعل الله له الحوت آية وقيل له إذا فقدت الحوت فارجع فإنك ستلقاه. فكان موسى صلى الله عليه وسلم يتبع أثر الحوت في البحر فقال فتى موسى أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. قال موسى ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجدا خضرا فكان من شينهما ما قص الله في كتابه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഖുറൂജ് ഫി ത്വലബിൽ ഇൽമി എന്ന ബാബിൽ ആദ്യം ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മാസത്തെ വൈദൂരം സഞ്ചരിച്ചു ഒരൊറ്റ ഹദീസിൻ്റെ കാര്യത്തിൽ. ആ ഹദീസ് കേട്ട് നേരെ തിരിച്ചു പോരുകയും ചെയ്തു എന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചതിൻ്റെ ശേഷം മർഫൂആയ ഹദീസായി കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖളിർ നബി അലൈഹിസ്സലാമിലേക്ക് കടലിൽ കൂടെ യാത്ര ചെയ്തു, കരയിൽ കൂടെ യാത്ര ചെയ്തതിന് ശേഷം പിന്നീട് കടൽ യാത്ര ചെയ്തു മഹാനായ ഖളിർ നബി അലൈഹിസ്സലാമിനെ കണ്ടെത്തിച്ചു ഇൽമു പഠിക്കാൻ വേണ്ടി എന്നുള്ള ആ സംഭവമാണ് കൊണ്ടുവരുന്നത്. ഈ ഹദീസ് തൊട്ട് മുമ്പത്തെ ബാബിലും കൊണ്ടുവന്ന ഹദീസ് തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ഹദീസും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. ഒന്ന്, അവിടെയും ഇവിടെയും ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാർ വ്യത്യാസമുണ്ട്, ഉസ്താദിൻ്റെ ഉസ്താദന്മാരും വ്യത്യാസമുണ്ട്. സുഹരി മുതലാണ് അവിടെയും ഇവിടെയും ഒന്നാകുന്നുള്ളൂ. അതോടുകൂടെ മത്തിന്, ആ ഹദീസിൻ്റെ മത്തിനും ഈ ഹദീസിൻ്റെ മത്തിനും എടുത്തു നോക്കുമ്പോൾ മത്തിനിൽ ധാരാളം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒരേ വാക്കുകളല്ല, ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഹദീസുകൾ മഅന കൊണ്ട് റിവായത്ത് ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ റാവികൾക്ക്, നിപുണന്മാരായ റാവികൾക്ക് വരുത്താൻ പറ്റും എന്നുള്ളതിനേക്ക് തെളിവായും കൂടി ഇമാം ബുഖാരി ഇതുപോലെയുള്ള സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദർസ് കേൾക്കുന്നവർ
കഴിഞ്ഞുപോയ ഹദീസും ഈ ഹദീസും എടുത്തു വച്ച് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. 8ഓളം അതിൽ കൂടുതൽ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സനദിലുള്ള റാവികളെയാണ്. ഈ റാവികളിൽ ഒന്നാമത്തെ റാവി അബുൽ ഖാസിം ഖാലിദ് ബിൻ ഖലി, അലി എന്ന് പറയുന്ന മാതിരി ഖലി എന്നാണ് പറയേണ്ടത്, ഖലിയ് എന്നാണ് പറയേണ്ടത്. മഹാനവർകൾ ഹിംസിലെ കാളിയായിരുന്നു. സദൂഖ്, വളരെ സത്യം മാത്രം ഹദീസിൽ പറയുന്നവരാകുന്നു. ഇവരെ ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തു നാം കണ്ടു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായി ഈ അബുൽ ഖാസിം ഖാലിദ് ബിൻ ഖലി എന്ന് പറയുന്ന മഹാൻ വരുന്നില്ല. ഇമാം ബുഖാരി അവരെ തൊട്ട് ബുഖാരിയിൽ 3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നസായി ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേരും സുനനുൽ അർബഈൻ്റെ ബാക്കിയുള്ള 3 പേരും ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ആളുകൾ ഖലി എന്നല്ല ഖല്ലി എന്നാണ് ഇവിടെ വാപ്പാൻ്റെ പേര് വാപ്പാൻ്റെ പേര് പറയേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. അത് ശരിയല്ല. ഖലി എന്നാണ്, അലി ഉസിലാണ് എന്നുള്ളതാണ് റാജിഹ്. പിന്നെ അബുൽ ഖാസിം ഖാലിദ് ബിൻ ഖലി എന്നിവരുടെ ഉസ്താദായിട്ട് വരുന്നത് മുഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ സംബന്ധിച്ച് മുമ്പ് നാം പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഉസ്താദായി വരുന്നത് ഇമാം ഔസാഇയാണ്. കാലൽ ഔസാഇയോ അഖ്ബറന സുഹ്രിയോ എന്നാണ്. അപ്പോൾ സുഹ്രി ഇമാമാണ് ഇമാം ഔസാഇയുടെ ഉസ്താദ്. എന്നാൽ തിരിച്ചുമുണ്ട്. ഔസാഇൻ്റെ വക്കൽ നിന്ന് സുഹ്രി ഇമാമും ഹദീസ് കേൾക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഔസാഇ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇൽമിനെ നടക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പടക്കുന്ന വളരെ ദുർലഭമായി വല്ലപ്പോഴും കാണപ്പെടുന്ന മഹാന്മാർ, അവരിൽപ്പെട്ട ഒരു മഹാനാണ് ഇമാം ഔസാഇ. മുസ്തഖില്ലൻ, സ്വയം മദ്ഹബുള്ളവരാണ് അവർ. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലെല്ലാം അവരെ സംബന്ധിച്ച് മദ്ഹബിയായ ചർച്ചകൾ വരുമ്പോൾ ഔസാഇനെ സംബന്ധിച്ച് ഔസാഇൻ്റെ മദ്ഹബ് ഇന്നതാണെന്ന് സ്വീകരിക്കുന്നത് കാണാം. തുഹ്ഫയിൽ ധാരാളം സ്ഥലത്തുണ്ട്. അതുപോലെ മറ്റു കിതാബുകളെല്ലാം അവർ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഔസാഇ ഒരു വലിയ മഹാനാണ്. അവരെ സംബന്ധിച്ച് ഐനി പരിചയപ്പെടുത്തുന്നത് ഫൗഅഹദുൽ അഅ്ലാം, ലോകത്തുള്ള വലിയ വലിയ കൊടികൾ അവരിൽപ്പെട്ട വലിയ വലിയ ആളുകളിൽപ്പെട്ട ഒരാളാണ്. അബൂ അംർ അബ്ദുറഹ്മാൻ ബിനു അംർ ബിൻ യഹ്മുദ, ഇതാണ് അവരുടെ പൂർണ്ണ പേര്. അബ്ദുൽ അസീസ് എന്നായിരുന്നു പേര് എന്നും പിന്നെ മഹാനവർകൾ അബ്ദുറഹ്മാൻ എന്ന് മാറ്റിയതാണ് എന്നും അഭിപ്രായമുണ്ട്. അവർ താബിങ്ങളിൽപ്പെട്ടവരാണ്. അവർ ദിമിഷ്കിലായിരുന്നു ആദ്യകാലം താമസിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് ബൈറൂത്തിലേക്ക് മാറി. അവരുടെ വഫാത്തുണ്ടാകുന്നത് 157 അവരുടെ ജനനം 88 ഹിജറ 88 ജനിച്ചു. 157 69 വയസ്സിലാണ് മഹാനവർകളുടെ വഫാത്തുള്ളത്. അവരുടെ അസിലി എവിടെയാണ് എന്നുള്ളതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ ഇന്ത്യയിലെ സിന്ധിൽ നിന്നുള്ളവരാണ് എന്നും അതല്ല ഹദർമൗത്തിലാണെന്നും ബൈലബക്കിലാണെന്നും യമനിലാണെന്നും അഭിപ്രായമുണ്ട്. ഔസാഖ് എന്ന നാട്ടിൽ താമസമാക്കിയത് കൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഔസാഇ എന്ന പേരിൽ അറിയപ്പെട്ടത്. വകാന റഅ്സം ഫിൽ ഇബാദത്തി വൽ ഇൽമി, ഇബാദത്തിൻ്റെ വിഷയത്തിലും ഇൽമിൻ്റെ വിഷയത്തിലും അവർ ഹെഡായിരുന്നു. ഷാമുകാരും മൊറോക്കോക്കാരും അവരുടെ മദ്ഹബിൻ്റെ മേലുമായിരുന്നു.
പിന്നീടാണ് അവരെല്ലാം മറ്റു മദ്ഹബുകളിലേക്ക് മറ്റുള്ള ഖലീഫമാർ, ഭരണാധികാരികൾ, കാളിമാർ മാറി വന്നപ്പോൾ അങ്ങനെ മഹാനവരുടെ മദ്ഹബ് പൂർണ്ണമായി ക്രോഡീകരിക്കപ്പെടാതിരുന്നതിൻ്റെ പേരിൽ അവരുടെ മദ്ഹബിൽ നിന്ന് മറ്റുള്ള 4 മദ്ഹബിലേക്ക് ഈ നാട്ടുകാരെല്ലാം മടങ്ങിയത്. ആദ്യകാലത്തുള്ളവർ ഏകദേശം 150ഓളം വർഷം അവരുടെ മദ്ഹബായിരുന്നു ഷാമിലും മഗ്രിബിലും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സത്യം. അവർക്ക് 13 വയസ്സുണ്ടാകുമ്പോൾ അവർ മുഫ്തിയായിട്ടുണ്ട്. അവർ 80,000 മസലകളിൽ അവർ ഫത്വ കൊടുത്തിട്ടുണ്ട്. 80,000 മസല. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി രാക്ഷസന്മാരായി പടച്ച മഹത്തുക്കളിൽപ്പെട്ടവരാണ് അവർ. ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു പറയുന്നു, ഫലം യകും ഫി അബ്നാഇൽ മുലൂകി വൽ വുസറായി അഖല മിൻഹു വലാ ഔറഅ വലാ അഅലമ വലാ അഫ്സഹ വലാ ഔകറ വലാ അഹ്ലമ വലാ അക്തറ സംതം മിൻഹു. രാജാക്കന്മാരുടെ മക്കളിലോ മന്ത്രിമാരുടെ മക്കളിലോ മറ്റു പ്രധാനികളുടെ മക്കളിലോ അവരെക്കാളും ഏറ്റവും ബുദ്ധിയുള്ളവരോ അവരെക്കാളും സൂക്ഷ്മതയുള്ളവരോ അവരെക്കാളും ഏറ്റവും അറിവുള്ളവരോ അവരെക്കാളും ഏറ്റവും സാഹിത്യകാരനോ അവരെക്കാളും ജനങ്ങൾ ആദരിക്കുന്നവരോ ഏറ്റവും ഒതുക്കമുള്ളവരോ ഏറ്റവും മുണ്ടാതിരിക്കുന്നവരോ ആയിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. വമാ തകല്ലമ ബികലിമത്തിൻ, അൽ ബിദായത്തു വന്നിഹായയാണ് വായിക്കുന്നത്. വമാ തകല്ലമ ബികലിമത്തിൻ ഇല്ലാ കാനൽ മുതഅയ്യിനു അലാ മൻ യുജാലിസുഹു അൻ യക്തുബഹാ മിൻ ഹുസ്നിഹാ. മഹാനവർകൾ ഒരു സംസാരം സംസാരിച്ചാൽ ആ സംസാരം കേട്ട് അവരുടെ അടുത്തുള്ള ആളുകൾക്ക് അത് എഴുതലല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടാവില്ല. അവരെന്ത് സംസാരിച്ചാലും തൊട്ടടുത്തുക്കുന്നവർ അത് എഴുതി വെക്കേണ്ടി വരും. കാരണം അത്രയും വലിയ സാഹിത്യവും അത്രയും വലിയ കാര്യവുമായിരിക്കും മഹാനവർകൾ പറയുക. വകാന യുആനി റസാഇല വൽ കിതാബത. മഹാനവർകൾ കുറച്ചു കാലം ചെറുപ്പത്തിൽ യമാമയിലേക്ക് ഒരു പട്ടാളക്കാരനായി അവരെ അയച്ചിരുന്നു. പട്ടാളക്കാരെ കൂട്ടത്തിൽ വിട്ടിരുന്നു. അവിടെ വെച്ചാണ് യഹ്യ ഇബ്നു അബീ കസീർ എന്ന മഹാനായ മുഹദ്ദിസിൻ്റെ വക്കൽ നിന്ന് ഹദീസ് കേട്ടത്. അങ്ങനെ അവിടെ കുറേ കാലം നിന്നു, പട്ടാളത്തിൽ നിന്ന് ഒഴിവായി. പിന്നെ യഹ്യ ഇബ്നു അബീ കസീർ എന്നവർ അവരെ ബസറയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ഹസൻ ബസരിയുടെ വക്കൽ നിന്നും മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കൽ നിന്നും ഹദീസ് കേൾക്കാൻ വേണ്ടി. ആ യാത്രയിൽ ബസറയിലെത്തിയപ്പോഴേക്കിനും 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. അങ്ങനെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിയപ്പോൾ അവർ രോഗിയായിരുന്നു. അങ്ങനെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി കൊണ്ടേയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം മൂർച്ഛിക്കുകയും മഹാനവറുകൾ മരണപ്പെടുകയും ചെയ്തു. ഹസൻ ബസരിയുടെ വക്കൽ നിന്ന് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു വക്കൽ നിന്ന് അവർക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഔസായിൽ ദമസ്കസിലെ ഔസാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കുകയും അവിടെയുള്ള നാട്ടുകാരിലെ ഏറ്റവും പ്രധാനിയാകുകയും വസാദ അഹ്ലഹാ ഫീ സമാനിഹി വസായിറൽ ബിലാദി ഫിൽ ഫിഖ്ഹി വൽ ഹദീസ് വൽ മഗാസി വഉലൂമിൽ ഇസ്ലാം. അങ്ങനെ ആ തിരിച്ചു വരവിൽ മഹാനവർകൾ അന്നത്തെ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം നേതാവായി വരികയും ലോകത്തുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ആളായി മാറുകയും ഫിഖ്ഹിൽ, ഹദീസിൽ, യുദ്ധസംബന്ധമായ ചർച്ചകളിൽ ഇസ്ലാമിൻ്റെ എല്ലാ ഉലൂമിലും വലിയ നേതാവായി വന്നു. ധാരാളം താബീങ്ങളെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ തൊട്ട് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരൊക്കെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം സൗരി റളിയല്ലാഹു അൻഹു, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു. ഇപ്പോൾ നമ്മൾ വായിച്ച സനദിൽ സുഹരി മഹാനവരുടെ ഉസ്താദാണ്. എന്നാൽ പലപ്പോഴും സുഹരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇബ്നു കസീർ പറയുന്നത് വഹുവ മിൻ ശുയൂഖിഹി. സുഹരി ഔസായിയുടെ ഉസ്താദാണെങ്കിലും പല സ്ഥലത്തും ഔസായിയുടെ ശിഷ്യന്മാരായും വന്നിട്ടുണ്ട്. وأجمع المسلمون على عدالته وإمامته.
അവര് അദാലത്തുള്ളവരാണ്, ഇമാമാണ് എന്നുള്ള വിഷയത്തിൽ ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേനയുള്ളതാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ലോകത്തില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഔസാഇനെ പറ്റി പറഞ്ഞത് കാനൽ ഔസാഇയു ഇമാമൻ യുക്തദാ ബിഹി, തുടരപ്പെടുന്ന ഇമാമാണ് ഔസാഇ. സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞത് എന്താ? കാന ഇമാമ അഹ്ലി സമാനിഹി, അന്നത്തെ കാലത്തെ അവരുടെ കാലത്തെ ഇമാം അവരായിരുന്നു. അവർ ഹജ്ജിന് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അങ്ങനെ ഹജ്ജിന് പോകുന്ന വിഷയം മക്കക്കാരറിഞ്ഞു. ഔസാഇ ഇമാം മക്കത്തേക്ക് വരുന്നുണ്ട്, ഹജ്ജിന് വരുന്നുണ്ട് എന്നുള്ള വിഷയം. അന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മക്കത്തുള്ള സമയമാണ്. അങ്ങനെ ഔസാഇ വരവേൽക്കാൻ വേണ്ടി ഇമാം സുഫിയാനു സൗരിയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും അങ്ങോട്ട് മുന്നോട്ട് അവരെ വരവേൽക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ സുഫിയാനു സൗരി ഔസാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുകയും മൂക്കയറ് പിടിക്കുകയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബാക്കിൽ നിന്ന് തൊളിച്ചു കൊടുക്കുകയും ചെയ്തു ഒട്ടകത്തെ. വസൗരിയു യഖൂൽ ഇഫ്സഹു ലിശൈഖ്, മഹാനായ ഷെയ്ഖിന് നിങ്ങൾ വഴി വിശാലത ചെയ്തു കൊടുക്കുക. ഇന്ന് മക്കത്തെന്നാൽ അത്വരീഖ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് പറഞ്ഞ വാക്കാ ഇഫ്സഹു ലിശൈഖ്, ഷെയ്ഖിന് വേണ്ടി ഷെയ്ഖിനിക്ക് നിങ്ങൾ വഴിമാറിക്കൊടുക്കുക. ആരാണ് പറയുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് പണ്ഡിതന്മാർ സുഫിയാനു സൗരിയും ഇമാം മാലിക്കും. അവർ രണ്ടാളുമാണ് ഔസാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകത്തിൻ്റെ മുമ്പിലും പിമ്പിലും നിന്ന് ഇഫ്സഹു ത്വരീഖ് ലിശൈഖ് എന്ന് പറയുന്നത്. പിന്നീട് ആ യാത്രയിൽ ഇമാം മാലിക് ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പലപ്പോഴും കണ്ടുമുട്ടി. മദീനയിലെത്തി. മദീനയിൽ വെച്ച് ഇമാം മാലിക്കും ഇമാം ഔസാഇയും തങ്ങൾ ളുഹ്ർ മുതൽ മഗ്രിബ് വരേക്കും ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സൗരി റളിയല്ലാഹു അൻഹും മാലിക് റളിയല്ലാഹു അൻഹും മസ്ജിദുൽ ഖൈഫിൽ വെച്ച് ചർച്ച ചെയ്തു. റുക്കൂയിൽ കൈ പൊന്തിക്കണോ പൊന്തിക്കണ്ടേ, റുക്കൂയിൽ നിന്ന് ഖിയാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും കൈ പൊന്തിക്കണോ പൊന്തിക്കണ്ടേ എന്നൊരു ചർച്ച മസലയാണ്. ഇമാം സൗരിയും ഇമാം ഔസാഇയും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഔസാഇ പറഞ്ഞു കൈ പൊന്തിക്കണം. അതിനക്ക് തെളിവായിട്ട് ഇമാം ഔസാഇ പറഞ്ഞു ബിമാ റവാഹു അനി സുഹരി അൻ സാലിമിൻ അൻ അബീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യർഫഉ യദൈഹി ഫിർ റുകൂഇ വറഫഇ മിൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ റസൂലുള്ളാഹിന്റെ രണ്ട് കൈ പൊന്തിക്കുമായിരുന്നു റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും. ഈ ഹദീസ് പലയിടത്തും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനവർകൾ സനദ് അനി സുഹരി അൻ സാലിമിൻ അൻ അബീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യർഫഉ യദൈഹി ഫിർ റുകൂഇ വറഫഇ മിൻഹു. സൗരി പറയുന്നത് റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും കൈ പൊന്തിക്കേണ്ടതില്ല. അതിക്ക് തെളിവായിട്ട് സുഹരി ലക്ഷ്യം പിടിച്ചത് വഹ്ദജ സൗരിയു അലാ ദാലിക ബിഹദീസി യസീദ് ബിൻ അബി സിയാദിൻ. യസീദ് ബിൻ അബി സിയാദിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കൂയിലേക്ക് പോകുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും കൈ പൊന്തിക്കലില്ല. നബി തങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമേ കൈ പൊന്തിക്കലുള്ളൂ. കാന ഇദഫ്തത സ്വലാത്ത റഫഅ യദൈഹി ഇലാ ഖരീബിൻ മിൻ ഉദ്നൈഹി സുമ്മ ലാ യഊദ്. നബി തങ്ങൾ നിസ്കാരം തുടങ്ങുമ്പം ചെവിയുടെ അടുത്ത് വരേക്കും കൈ പൊന്തിക്കും, പിന്നെ നബി തങ്ങൾ ഈ പണി ചെയ്യലില്ല എന്ന യസീദ് ബിൻ അബി സിയാദ് എന്ന ആൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല അബ്ദുറഹ്മാൻ അബി ലൈല എന്നവർ അൻ ബറായി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദഫ്തത സ്വലാത്ത റഫഅ യദൈഹി ഇലാ ഖരീബിൻ മിൻ ഉദ്നൈഹി സുമ്മ ലാ യഊദ്. ഇതാണ് ഹദീസ്. ഇതുകൊണ്ടാണ് ഇമാം സൗരി ലക്ഷ്യം പിടിച്ചത്. ഫഗളിബൽ ഔസാഇ, ഔസാഇ ചൂടായി. വഖാല അതുആരിളു ഹദീസ സുഹരി ബിഹദീസി യസീദ് ബിൻ അബി സിയാദിൻ വഹുവ റജുലുൻ ലഈഫ്. സൗരി, നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്?
ഞാൻ പറയുന്നത് സുഹ്രി അൻ സാലിമിൻ അൻ അബീഹി എന്ന ഹദീസാണ് എന്നൊരു തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അതിനിക്ക് എതിരായി കൊണ്ടുവരുന്ന ഹദീസ് യസീദ് ബിൻ അബി സിയാദ് എന്നാൾ ഹദീസാണോ? ഈ യസീദ് ബിൻ അബി സിയാദ് ലഈഫല്ലേ? ഈ ലഈഫായ യസീദ് ബിൻ അബി സിയാദിൻ്റെ ഹദീസ് കൊണ്ടാണോ സുഹ്രിയുടെ ഹദീസിനിക്ക് നിങ്ങൾ എതിരായി കൊണ്ടുവരുന്നത്, മുആറള ചെയ്യുന്നത് എന്ന് ചൂടായി ചോദിച്ചു. ഫഹ്മറ വജ്ഹു സൗരി. ഇങ്ങനെയാണ് ചോദിച്ചപ്പോൾ സൗരി ഇമാമും ചില്ലറക്കാരനല്ലോ, മഹാൻ അവരുടെ മുഖം ചുവന്നു ദേഷ്യം കൊണ്ട്. അങ്ങനെ ആ മുഖം പകർച്ച കണ്ടപ്പം ഫഖാലൽ ഔസാഇയ്യു, ഔസാഇ ഇമാം പറഞ്ഞു, ലഅല്ലക കരിഹ്ത മാ ഖുൽത, ഞാൻ ഈ പറഞ്ഞ വാക്ക് കുറച്ച് ഗൗരവമായി എന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടില്ലേ? ഖാല നഅം, സൗരി പറഞ്ഞു, അതെ, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ശൈലി ഉപയോഗിച്ച് എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഔസാഇ ഇമാം പറഞ്ഞു, ഫഖും ബിനാ ഹത്താ നൽതഇന ഇൻദ റുക്നി അയ്യുനാ അലൽ ഹഖ്, നമ്മൾ അവിടെ മക്കത്ത് പോവാ, റുക്നുൽ ജമാഅത്തിന്റെ അടുത്തേക്കാണ്ട് പോവാ, അവിടെ വെച്ചിട്ട് നമ്മളിൽ വെച്ച് ആരാണോ സത്യത്തിൻ്റെ മേലിൽ എന്ന് നമ്മൾ അവിടെ വെച്ച് ലഅനത്ത് ചെയ്യാ. നമ്മൾ അവിടെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് സത്യത്തിൻ്റെ അഹ്ലുകാർ അവരെ നീ വിജയിപ്പിക്കണേ, എല്ലാത്തോരും ലഅനത്ത് ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യാ. ഫസഖത്ത സൗരിയു, സൗരി പിന്നെ ഒന്നും ഉണ്ടില്ല, മൂപ്പരെടുപ്പ് കളിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് യഹ്യ ബിൻ ഖത്താൻ എന്നവർ മാലിക് ഇമാമിനെ തൊട്ടുദ്ധരിക്കുന്നു. എൻ്റെ അടുക്കൽ ഇമാം ഔസാഇ, ഇമാം സൗരി, ഇമാം അബു ഹനീഫ ഈ 3 പേരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യഹ്യ ബിൻ ഖത്താൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചു, അയ്യുഹും മർജഹു, ഓലിലേറ്റവും വലിയോലാരാണ്? ഇമാം ഔസാഇ, ഇമാം സൗരി, ഇമാം അബു ഹനീഫ ഇവരെ കൂട്ടത്തിൽ വല്യോലാരാണ് എന്ന് മാലിക് ഇമാമിനോട് ചോദിച്ചപ്പം ഖാലൽ ഔസാഇയ്യോ, അത് ഔസാഇ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഔസാഇ ഇമാം 25-ാമത്തെ വയസ്സിൽ ഫത്വക്ക് വേണ്ടി ഇരുന്നിട്ട് അവർ വഫാത്താകുന്നത് വരേക്കും ഫത്വ കൊടുക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇജ്ലാൻ എന്നവർ പറയാണ്, മാ റഅയ്തു അഹദൻ അൻസഹ ലിൽ മുസ്ലിമീന മിനൽ ഔസാഇ, മുസ്ലിമീങ്ങൾക്ക് ഔസാഇനേക്കാൾ ഏറ്റവും കൂടുതൽ നസീഹത്ത് ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ഔസാഇ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും വായ തുറന്ന് പൊട്ടിച്ചിരിച്ചിട്ടില്ല. മഹാനവർകൾ വഅദ് പറയുമ്പോൾ അവരുടെ സദസ്സിൽ ധാരാളം ആളുകൾ ഉണ്ടാവുകയും എല്ലാവരും പൊട്ടിക്കരയുകയോ അല്ലെങ്കിൽ തേങ്ങിക്കരയുകയോ ചെയ്തുകൊണ്ടിരിക്കും. മഹാനവർകൾ പരസ്യമായി ഒരിക്കലും കരയലില്ല, ജനങ്ങളെ മുമ്പിൽ കരയലില്ല. മഹാനവർകളെ വീട്ടിൽ ഒരു ദിവസം ഒരു പെണ്ണ് സ്ത്രീ വന്നു. അപ്പോൾ അവിടെ നിരത്തിയിട്ട പായ നനഞ്ഞിട്ടുണ്ട്. ഭാര്യയോട് ചോദിച്ചു, എന്താ കുട്ടി പാത്തിയതാവൂലേ? അപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി, എന്താ കുട്ടി മൂത്രമൊഴിച്ചതല്ല, അത് ബഹുമാനപ്പെട്ട ഇമാം രാത്രി തഹജ്ജുദിൽ സുജൂദിൽ കിടന്ന് കിടക്കുമ്പോഴുള്ള കരച്ചിലിൻ്റെ വെള്ളമാണ്, കണ്ണിൽ നിന്നൊഴുകുന്ന വെള്ളമാണ്, ഇതെന്നും അങ്ങനെ തന്നെയാണ്, പായ നനയും. മഹാനവർകൾ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വളരെയധികം കാരുണ്യമുള്ളവരാണ്, മുസ്ലിമീങ്ങളോടുന്നല്ല അമുസ്ലിമീങ്ങളോടും. മഹാനവർകളുടെ കാലത്ത് അബ്ബാസിയ ഭരണം തുടങ്ങിയത് മൂപ്പര കാലത്താണ്. അതുപോലെ അമവിയ ഭരണം തീരുന്നതും മഹാനവരുടെ കാലത്താണ്. രാജാക്കന്മാരുമായി വലിയ ബന്ധവുമായിരുന്നു. അവർ രാജാക്കന്മാരുമായി ബന്ധപ്പെടുന്നതല്ല, രാജാക്കന്മാർ അവരോട് ബന്ധപ്പെടുന്നതാണ്. അബുൽ അബ്ബാസ് അസ്സഫാഹ്, അബ്ബാസി ഭരണകർത്താക്കന്മാരുടെ 1-ാമൻ, അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു. അമവിയാക്കളെ കാണുന്ന സ്ഥലത്ത് വെച്ചെല്ലാം കൊന്നൊടുക്കി. ആ കൊന്നൊടുക്കിയതിൻ്റെ പേരിലാണല്ലോ സഫാഹ് എന്ന പേരെന്നെ അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ ആ കൊന്നൊടുക്കി അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഔസാഇ ഇമാമിനെ ദിമിഷ്കിൽ വെച്ച് സഫാഹ് വിളിച്ചു വരുത്തി. വിളിച്ചപ്പോൾ മഹാനവറുകൾ ഒളിഞ്ഞിരുന്നു 3 ദിവസം. ആ 3 ദിവസം നോമ്പനുഷ്ഠിച്ച് മാറി നിന്നു.
അങ്ങനെ അവസാനം മൂപ്പരപ്പ് മഹാനവർകളെ ഔസായിയെ പിടികൂടി. ഔസായി ഇമാമിനെ സഫാഹിൻ്റെ മുമ്പിൽ അബുൽ അബ്ബാസ് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അസ്സഫാഹ് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ എന്താ അവസ്ഥ? സഫാഹിൻ്റെ കയ്യിൽ ഒരു ചൂരൽ വടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വലഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലുമെല്ലാം ധാരാളം പട്ടാളക്കാർ വാള് ഊരി നിൽക്കുന്നുമുണ്ട്. ആ നിലക്കാണ് സഫാഹിൻ്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട ഔസായി റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ ഔസായി പറയാണ്, ഫസല്ലംതു, ഞാൻ സലാം ചൊല്ലി. ഫലം യറുദ്ദ, സഫാഹ് അബു അലി സലാം അടക്കില്ല, അബുൽ അബ്ബാസ് സലാം അടക്കില്ല. വനകത ബിതിൽകൽ ഖൈസുറാനതി ലതി ഫി യദിഹി, അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന ആ ചൂരൽ കൊണ്ട് ഒരു അടിയടിച്ചു, ഒരു കുത്തി നിലത്ത്. സുമ്മകാല, എന്നിട്ട് ചോദിച്ചു, യാ ഔസാഇയോ മാ തറാ ഫീമാ സനഅനാ മിൻ ഇസാലത്തി ഐദി ഉലൈക ളലമതി അരിബാതുൻഹു, നമ്മൾ അമവിയാക്കളാകുന്ന തമ്മാടികളുടെ അക്രമികളുടെ കൈക്കൽ നിന്ന് ഭരണത്തെ ഞാൻ തുടച്ചു നീക്കി, എന്നിട്ട് അവരെ നാം കൊന്നൊടുക്കി. ആ ചെയ്തെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വഴിയാണോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്തതായ കാര്യങ്ങളായി കൂട്ടുമോ? ഇല്ലയോ? അരിബാതുൻഹു കാല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഔസായി ഇമാം പറയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്ത് ഭരണം പിടിച്ചെടുത്തു അബ്ബാസിയ ഭരണകർത്താക്കൾപ്പെട്ട ഒന്നാമനാണ്. കൊല എന്ന് പറയുന്നത് യാതൊരു പേടിയുമില്ലാത്ത ആളാണ്, എപ്പോഴും ആരെയും കൊല്ലാൻ മടിക്കാത്ത ആളാണ്. ആ സഫാഹിൻ്റെ മുമ്പിലാണ് ഈ ചോദ്യം ചോദിച്ചത്. നമ്മൾ ഈ കൊന്നൊടുക്കുന്നൊക്കെ നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? അയ്യുഹൽ അമീർ, سمعت يحيى بن سعيد الأنصاري يقول سمعت محمد بن إبراهيم التيمي يقول سمعت علقمة بن وقاص يقول سمعت عمر بن الخطاب يقول سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة يتزوجها فهجرته إلى ما هاجر إليه. ഈ ഹദീസ് ഓതി കൊടുത്തു. നിയ്യത്തനുസരിച്ചാണ് കാര്യങ്ങൾ വരിക. നമുക്ക് ഭരണം പിടിച്ചെടുക്കലാണോ ലക്ഷ്യം, അതല്ല നീതി നടപ്പിലാക്കലാണോ ലക്ഷ്യം, ഇതിൽ നീതി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എനിക്കതിന് ഒറ്റയടിക്കുമ്പോൾ പറയാൻ പറ്റൂല. കാല ഫനകത ബിൽ ഖൈസുറാനതി അശദ്ദ മിമ്മാ കാന യൻകുതു, ആ ചൂരൽ കൊണ്ട് ആദ്യം നിലത്ത് കുത്തിയതിനേക്കാളും ശക്തിയിലൊന്നും കൂടി കുത്തി. എന്നിട്ട് അവരുടെ ചുറ്റുഭാഗത്തുമുള്ള പട്ടാളക്കാർ കുറെ കൈ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഔസായിനെ തലപ്പ പോകും, ഔസായിനെ ബോധപ്പെടുത്താൻ വേണ്ടി, രാജാവിനെ ഒപ്പിച്ച് പറയാൻ വേണ്ടി. സുമ്മകാല യാ ഔസാഇയോ മാ തഖൂലു ഫീ ദിമായി ബനി ഉമയ്യ, ഇനി നേരെ ചോദിക്കുകയാണ്, ബനൂ ഉമയ്യൻ്റെ രക്തത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓലെ കൊല്ലാൻ പറ്റൂലേ? ദാ ബനൂ ഉമയ്യനെ കൊല്ലാൻ പറ്റൂലേ? ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഹ്ദാ സലാസ് അൻ-നഫ്സു ബിൻ-നഫ്സി വസ്സയ്യിബു സാനി വത്താരിഖു ലിദീനിഹി അൽ-മുഫാരിഖു ലിൽ ജമാഅ. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഒരു മനുഷ്യനെ മുഖം കൊല്ലപ്പെടാൻ പറ്റൂല മൂന്നാല് കാരണം കൊണ്ടല്ലാതെ. ഒന്നിനിക്ക് കൊലക്ക് കൊല, അല്ലെങ്കിൽ വ്യഭിചാരി മുഹ്സിനാണെങ്കിൽ, അല്ലെങ്കിൽ ദീനിനെ ഒഴിവാക്കി മുർത്തദ്ദായി പോയവൻ. ഫനകത അശദ്ദ മിൻ ദാലിക്, അതിനേക്കാളും ശക്തമായൊരു കുത്തി ഒരു അടി അടിച്ചു ചൂരൽ കൊണ്ട്, നിലത്തടിച്ചു. സുമ്മകാല മാ തഖൂലു ഫീ അംവാലിഹിം, ഇന്ന് ബനൂ ഉമയ്യൻ്റെ മുതലിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? മുതലുകളെല്ലാം നാം കണ്ടു കെട്ടിയിട്ടുണ്ട്.
അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്താ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻകാനത്ത് ഫീ ഹൈദീഹിം ഹറാമാ ഫഹിയ ഹറാമുൻ അലൈക അയ്ളാ. ബനൂ ഉമയ്യൻ്റെ മുതലുകൾ അവരെ കരങ്ങളിൽ അത് ഹറാമാണെങ്കിൽ ആ ഹറാമായ മുതലിന് നിങ്ങൾക്കും ഹറാമന്നെയാണ്. വഇൻകാനത്ത് ലഹും ഹലാലാ ഫലാ തഹില്ലു ലക ഇല്ലാ ബിത്വരീഖിൻ ശർഇയ്യിൻ. അത് അവർക്ക് ഹലാലായതാണെങ്കിൽ നിങ്ങൾക്കത് ഹലാലാവണമെങ്കിൽ ശർഇയായ വല്ല മാർഗവും വേണം. അതുകൊണ്ടല്ലാതെ ഹലാലാവൂല. ഫനക്കത അശദ്ദ മിമ്മാ കാന യൻകുതു ഖബ്ല ദാലിക്. വീണ്ടും സാധാരണ ആ മുമ്പ് വടി കൊണ്ട് അടിച്ചതിനേക്കാളും വളരെ ശക്തമായിട്ട് ചൂരൽ കൊണ്ട് നിലത്തടിച്ചിട്ട് അടിച്ചു. സുമ്മകാല അലാനു വല്ലിയക്കൽ ഖളാ. എന്നെ ഞങ്ങൾ കാലിസ്ഥാനം ഏൽപ്പിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്ന് കാലിസ്ഥാനം കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്ന കാലല്ലേ. ആ രാജാവിനോട് അനുകൂലമല്ലാതെ സംസാരിച്ചപ്പോൾ രാജാവ് ചോദിക്കുന്നത്, സഫാവ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ കാലിസ്ഥാനം ഏൽപ്പിക്കാൻ പോവാണ്. ഫഖുൽതു ഇന്ന അസ്ലാഫക ലം യകൂനു യശുക്കൂന അലയ്യ ഫീ ദാലിക് വഇന്നി ഉഹിബ്ബു അൻ തതിമ്മ മബ്തദഊനി ബിഹി മിനൽ ഇഹ്സാൻ. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ മുൻഗാമികളായ കുറേ ആളുകൾ ഒരാളും എന്നെ അതിൻ്റെ പേരിൽ ഇടങ്ങറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഇതുവരെ അവർ ചെയ്തിരുന്ന മാതിരി എനിക്കുള്ള ഇഹ്സാൻ തുടരുക എന്നല്ലാതെ ഈ വിഷയത്തിൽ എന്നെ നിങ്ങൾ നിർബന്ധിക്കണ്ട. ഞാൻ അതിനൊരു യോഗ്യനല്ല, ഞാൻ അതിന് തയ്യാറല്ല. ഫഖാല കഅന്നക തുഹിബ്ബുൽ ഇൻസിറാഫ്. എനിക്ക് ഈ സദസ്സിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ നീ നല്ലതൊക്കെ തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? രാജാവിൻ്റെ ചോദ്യം. ഫഖുൽതു ഇന്ന വറായി ഹുറുമാ. എൻ്റെ പിന്നിൽ എൻ്റെ സംരക്ഷണത്തിലുള്ള ധാരാളം ആളുകളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. വഹും മുഹ്താജൂന ഇലൽ ഖിയാമി അലൈഹിം വസത്തിരിഹിം. അവരുടെ മേൽ നിന്ന് പോരലിലേക്കും അവരുടെ മറയിലേക്കും എന്നെ ആവശ്യമാണ്. ഞാൻ അവരിലേക്ക് ആവശ്യമുള്ളവരാണ്. അവിടെ പോകണം എനിക്ക് എന്നറിയും. കാല ഔസായി പറയാണ്, ആ ചോദ്യം ജീവി തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണല്ലോ. എൻ്റെ തല എൻ്റെ മുമ്പ് കൂടെ കൊഴിഞ്ഞാടല്ല ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത്, പോയ തർക്കടില്ല, എന്നെ കാത്തുക്കണോലുണ്ട് എന്ന് പറയുന്നത്. ഫഅമറനി ബിൽ ഇൻസിറാഫ്. അപ്പം എന്നോട് പേക്കോന്ന് പറഞ്ഞു. ഫലമ്മ ഖറജ്തു ഇദൻ റസൂലുഹു മിൻ വറായി വഇദാ മഅഹു മിഅതാ ദീനാർ. ഞാനാണ് തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എൻ്റെ ബാക്കിലുണ്ട്. അത് 200 ദീനാർ ഏറ്റ് വന്നിക്കുകയാണ്. 200 ദീനാർ 100 പവൻ. ഫഖാല യഖൂലകൽ അമീർ അൻഫിക് ആദിഹി. ഇതിന് ചെലവഴിച്ചോ എന്ന് അമീർ പറയുന്നുണ്ട്. ഫതസദ്ദഖ്തു ബിഹാ. അത് മുഴുവനും കൊണ്ട് ഞാൻ സദഖ ചെയ്തു എന്നാണ് ഇമാം പറയുന്നത്. ആ സഫാഹിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഔസാഇ ഇമാം നിൽക്കുന്ന ആ സമയത്ത് മഹാനവറുകൾ നോമ്പ് പോറ്റ സമയമാണ്. നേരത്തെ പറഞ്ഞല്ലോ, 3 ദിവസം നോമ്പ് പോറ്റ് കണ്ടാണ് പോയത്. ആ നോൻപുള്ള 3-ാമത്തെ ദിവസമാണ്. അത് അമീർ അറിഞ്ഞവും പറഞ്ഞു, ഞങ്ങൾ നോൻപ് കൊടുന്ന് മുറിച്ചൂടെ? ഞാൻ നോൻപ് മുറിച്ചൂല എന്ന് പറഞ്ഞു. ഇവിടെ നോൻപ് മുറിക്കാൻ സമയമായിട്ടില്ല, ബാങ്ക് കൊടുത്താലും മുറിക്കൂല എന്ന് പറഞ്ഞു. മഹാനവറുകൾക്ക് ധാരാളമായി പണങ്ങൾ, ധാരാളം ചരിത്രമുണ്ട്. എല്ലാ കിതാബിലും ചരിത്രം പറയുന്നിടത്ത് ഔസാഇ ഇമാമിനെ പറ്റി പറഞ്ഞുകൊടുത്ത് അവർക്ക് പേജ് കണക്കിനാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിവിടെ പറയുന്നത് അവർ എഴുതിയതിൽ നിന്ന് വളരെ തുച്ഛമായ ഭാഗമാണ്. മഹാനവറുകൾ പറഞ്ഞ മഹാനവർക്ക് ധാരാളം പണങ്ങൾ കിട്ടലുണ്ട്. ആ പണങ്ങളെല്ലാം മഹാനവറുകൾ ചെലവഴിക്കലുമാണ് പതിവ്. അവർ വഫാത്താകുമ്പം മഹാനവറുടെ ആകെയുണ്ടായിരുന്നത് 7 ദീനാർ മാത്രമാണ്. അവർക്ക് ലഭിച്ച ദീനാറുകളും സ്വർണങ്ങളും വളരെ അധികമാണ്. കണക്കിലേറെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം 280 കിലോ സ്വർണം മഹാനവറുകളിലേക്ക് രാജാവ് കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും മഹാനവറുകൾ ചെലവഴിച്ചു. വലാ തറക യൗമ മാത സിവാ സബഅതി ദനാനീർ വകാന യുൻഫിഖുഹാ ഫീ സബീലില്ലാഹി വഫിൽ ഫുഖറാ. ഫുഖറായിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലും ചെലവഴിക്കുന്നവരായിരുന്നു മഹാനവറുകൾ. വളരെ കാരുണ്യമുള്ളവരാണ്. അവിടെ മസലകളെല്ലാം നോക്കുമ്പോൾ കരുണയുടെ ഭാഗം
എളുപ്പത്തിൻ്റെ ഭാഗം ഏതാണോ ആ ഭാഗത്തേക്കാണ് ചെലവഴിക്കുക. മഹാനവർകൾ ലബനാനിലാണല്ലോ അവസാന കാലം ഉണ്ടായിരുന്നവരെയാണ് വഫാത്തായതും. ആ ലബനാനിലെ മലകളിൽ താമസിച്ചിരുന്ന ജൂതന്മാരും നസ്രാണികളും ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു വിഭാഗം സഫാഹ് ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിനക്ക് എതിരായി തിരിഞ്ഞപ്പോൾ എതിരായി പ്രശ്നങ്ങളുണ്ടാക്കി. രാജാവിനെതിരായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ അഹ്ലു കിതാബികളെയും പുറത്താക്കാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചു. കൽപ്പിച്ചപ്പോൾ അവർക്ക് എതിരായി ഈ തീരുമാനം ശരിയല്ല, ജൂതരാണ്, നസ്രാണികളാണ്, പക്ഷേ അവർ മുഴുവനും നിങ്ങൾക്ക് ഭരണത്തിനെതിരായി തിരിഞ്ഞവരല്ല. അവരിൽപ്പെട്ട തീവ്രവാദികളായ ഏതാനും പേര് മാത്രമാണ് നിങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടുള്ളത്. അവരെ കണ്ടുപിടിച്ച് അവർക്കെതിരായി തീരുമാനമെടുക്കുക എന്നല്ലാതെ ആരെങ്കിലും ചെയ്ത കുറ്റത്തിന് മുഴുവൻ ആളുകളെയും ശിക്ഷിക്കുക എന്നത് ശരിയല്ല എന്ന് പറയുകയും ശക്തമായ പ്രതിഷേധം ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവരോട് പറഞ്ഞത് സത്യമാണ്, ന്യായമാണെന്ന് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അതുപോലെ അഹ്ലു കിതാബികൾപ്പെട്ട ഒരാൾ ഒരു ദിവസം ഔസാഇ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ധാരാളം കപ്പം ചുമത്തിയിട്ടുണ്ട്, ടാക്സ് ചുമത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് കുറക്കാൻ വേണ്ടി നിങ്ങൾ ഭരണാധികാരിക്കൊരു എഴുത്ത് എഴുതണം എന്ന് പറയുകയും ഒരു വലിയ തേൻ കുപ്പി, തേനിൻ്റെ വലിയ ഒരു ടിന്ന് ഹദിയായി കൊടുക്കുകയും ചെയ്തു. ഔസാഇ ഇമാം ചോദിച്ചു, ഒന്നിരിക്കൽ നീ തേൻ തിരിച്ചു കൊണ്ടുപോകണം, ഞാൻ കത്തെഴുതി തരാം, അല്ലെങ്കിൽ തേൻ ഇവിടെ വെച്ചോ, ഞാൻ എഴുത്തെഴുതി തരൂല, രണ്ടാളും നീ നടക്കുള്ളൂ, കൈക്കൂലി ഞാൻ സ്വീകരിക്കൂല. ഒരു കാര്യം നേടാൻ വേണ്ടി ഇമാമിനോട് വന്ന് പറയുമ്പം ഇമാമിക്ക് കൊടുത്ത ഹദിയ അത് സ്വീകരിക്കല്ല, അത് കൈക്കൂലിയല്ലേ, ഈ എഴുത്തിന് വേണ്ടിയല്ലേ. ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട, പണ്ഡിതന്മാരും എല്ലാത്തവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാളിമാർക്ക് ഹദിയ പോലും സ്വീകരിക്കാൻ പാടില്ല എന്നല്ലേ. ഇത് കാളിയല്ല, അതാരാണ്? സാധാരണ ഒരു പണ്ഡിതനാണ്, കാരണം കാളി സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. അവരാണ് പറയുന്നത് രണ്ടാളൊന്ന് ചെയ്യണം. അപ്പം ജൂതൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പം എഴുതി കൊടുത്തത്. മഹാനവർകൾ വഫാത്തായതിൻ്റെ ശേഷം ആ ഖബറിൻ്റെ അടുക്കൽ അന്നത്തെ അവിടുത്തെ ഭരണാധികാരി അമീർ അവിടെ ഖബറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയാണ്, ഫവല്ലാഹി റഹിമക്കല്ലാഹ് ഫവല്ലാഹി ലഖദ് കുന്തു അഖാഫു മിൻക അക്സറ മിമ്മാ അഖാഫു മിനല്ലദീ വല്ലാനി. ഭരണാധികാരി, ആ പ്രദേശത്തെ ഭരണാധികാരി പറയാണ്, ഞാൻ നിങ്ങളെ എന്നെ ഭരണം ഏൽപ്പിച്ച് എന്നെ ഈ നാടിൻ്റെ ഉദ്യോഗം ഏൽപ്പിച്ച ആളെക്കാളും നിങ്ങളെയായിരുന്നു ഞാൻ പേടിച്ചിരുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും മാനവകളെ പേടിയാണ്. സത്യത്തിൻ്റെ എതിര് കണ്ടാൽ അവിടെ നിൽക്കും. ഒരു ദിവസം ഒരു പ്രദേശത്തെ രാജാവ് അദ്ദേഹത്തിനെതിരായി പ്രസ്താവന ഇറക്കി, ഔസായിക്കെതിരായിട്ട്. ഭരണാധികാരി പ്രാദേശിക ഭരണാധികാരിയാ. ഭരണം നിർത്തിയപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, അവിടുത്തെ ആളുകൾപ്പെട്ട ഒരാൾ ഭരണാധികാരിയോട് പറയാണ്, ദൗഹു അൻക ഫവല്ലാഹി ലൗ അമറ ശാമിയീന അൻ യഖ്തുലൂക ലഖതലൂക. ഭരണാധികാരിയെ വിളിച്ചിട്ട് പറയാണ്, ഔസായിനോട് കളിച്ചണ്ട, മൂപ്പരെ വിട്ടാളാ, കാരണം അവരോട് കളിച്ചാൽ അവർ ഷാമുകാരോടൊരു പ്രസ്താവന ഇറക്കുക, ഭരണാധികാരിയെ കൊല്ലണം, നിന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി മുന്ന് എന്നെ കൊന്നുകളയും, അതുകൊണ്ട് അവരെ പിന്നെ കൂടണ്ട. അത്രയും ജനസ്വീകാര്യമുള്ളവരായിരുന്നു. ഒരു ദിവസം രണ്ടാമത്തെ അബ്ബാസി ഭരണകർത്താവാണുള്ള മൻസൂർ, ആ മൻസൂറിൻ്റെ അടുക്കലേക്ക്, മൻസൂർ അബൂ ജാഫർ അബ്ദുല്ലാഹി മുഹമ്മദ് എന്ന് പറയുന്ന രണ്ടാം ഖലീഫ അബ്ബാസിയ ഭരണകൂടത്തെ, ആ മൻസൂറിൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ഔസാഇ എത്തുകയും ഔസാഇ ഇമാം മൻസൂറിനോട് ധാരാളം ഉപദേശങ്ങളും വഅദുകളും ചെയ്തപ്പോൾ മൻസൂർ നല്ല ഇഷ്ടമാവുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അങ്ങനെ ആദരവ് കണ്ടപ്പോൾ ഈ അബ്ബാസി ഭരണകർത്താക്കൾ നിയമം കൊണ്ടുവന്നിരുന്നു, പണ്ഡിതന്മാർ കറുത്ത വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിരുന്നു.
അപ്പോൾ ഔസാഇ ഇമാം തിരിച്ചു പോകുമ്പോൾ ചോദിച്ചു, എനിക്ക് ഈ കറുത്ത വസ്ത്രം ധരിക്കാൻ കഴിയൂല, അത് ധരിക്കാതിരിക്കാൻ എനിക്ക് സമ്മതം തരണം എന്നാണ്. അപ്പോൾ മൻസൂർ അതിന് സമ്മതം കൊടുത്തു, ഞങ്ങൾ കറുത്ത ധരിക്കണ്ട. അങ്ങനെ തിരിച്ചു പോകുമ്പം അന്നത്തെ രാജാവിൻ്റെ കാവൽക്കാരനായ റബീഇ എന്ന ആളോട് പറഞ്ഞു, നീ ഔസാഇൻ്റെ പിന്നിൽ പോ, എന്താണ് കറുത്ത് ധരിക്കാത്തത് എന്ന് ചോദിച്ചു നോക്ക്, എന്താ കറുത്ത് ധരിക്കാനുള്ള മടി എന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയണ്ട, നീ ഒരു സ്വന്തം ചോദ്യക്കാരനായി ചോദിച്ചാൽ മതി. അങ്ങനെ റബീഇ എന്ന് പറയുന്ന പാറാവുകാരൻ, മൻസൂറിൻ്റെ പട്ടാളക്കാരൻ, അംഗരക്ഷാധികാരി എന്നൊക്കെ പറയാം, അയാൾ പറഞ്ഞു, ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ഔസാഇ ഇമാം പറഞ്ഞ മറുപടി, ലിയന്നീലം അറ മുഹ്രിമൻ ഉഹ്രിമു ഫീഹി, ഒരു ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ഒരാൾ കറുത്ത വസ്ത്രത്തിൽ ഇഹ്റാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ മയ്യിത്തൻ കുഫിന ഫീഹി, വല്ല മയ്യത്തിനെയും ഈ കറുത്ത വസ്ത്രത്തിൽ കഫൻ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. വലാ അറൂസൻ ജുല്ലിയത്ത് ഫീഹി, വല്ല പുതുനാരികൾ അല്ലെങ്കിൽ പുതുമാരന്മാർ ഈ കറുത്ത വസ്ത്രം കൊണ്ടിട്ട് അലങ്കരിക്കുന്നതും ഞാൻ കാണുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട സമയത്തൊന്നും ഇത് ധരിക്കണില്ലല്ലോ, ഫലിഹാദാക്ര, ഇതുകൊണ്ടാണ് ഞാൻ വെറുക്കുന്നത്. അതാ ഇവിടെ പലതും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ഇഹ്റാം കെട്ടുമ്പോൾ ആണുങ്ങൾ വെള്ള ധരിക്കണേ കാണാം, സ്ത്രീകൾക്ക് വെള്ള എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ എടുത്തു പോയ മാതിരിയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നിസ്കരിക്കാൻ ഉമ്മമാർക്ക് പ്രത്യേക നിസ്കാര കുപ്പായം ഉണ്ടാവും, അതുകൊണ്ടേ നിസ്കരിക്കുള്ളൂ. എവിടേക്ക് പോവുകയാണെങ്കിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഹറമ് പോകുന്നവർ നിസ്കാര കുപ്പായം കൊണ്ടൊക്കെ മുമ്പ് പോയിരുന്നത്. എന്നതില്ല, അന്ന് കറുത്ത എന്തെങ്കിലും ഒന്ന് ധരിച്ച്, അങ്ങനെ കേരള പെണ്ണുങ്ങളാണെങ്കിൽ മുട്ടിൻ്റെ നേരെ താഴത്തെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ, നെരിയാണ്ട് കുറേ മേപ്പെട്ടായിരിക്കും പറുത്തുണ്ടാകുക, അതിൻ്റെ കറുപ്പ്. തലയിലാണെങ്കിലോ എന്തെങ്കിലും ഒരു കളറും. ഇതുകൊണ്ടാണ് ഇഹ്റാം കെട്ടുക, ഇതുകൊണ്ടാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുക. ആണിനും പെണ്ണിനും ഇഹ്റാമിന് വെള്ളയാണ് വേണ്ടത്, നിസ്കാരത്തിന് നിസ്കാര കുപ്പായം തന്നെ വേണ്ടത്, ഇഹ്റാമിന് നിസ്കാര കുപ്പായം തന്നെ വേണ്ടത്, എല്ലാ കിതാബിലും ഉണ്ട്. എന്നാലും ഇത് ടൂറ് വൽക്കരിച്ചപ്പോൾ ഉംറ എന്ന് പറയുന്ന, ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തിൽ നിന്ന് അത് ടൂറിസത്ത് ഭാഗത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അവതരിപ്പിക്കും. ഇന്നിപ്പോൾ കഴിഞ്ഞ റമളാനിലെല്ലാം പരിശുദ്ധ ഹറമിൽ വരുന്ന സ്ത്രീകൾ അധികവും കല്യാണത്തിന് പോകുന്ന വേഷം ധരിച്ചുകൊണ്ട് കറുത്ത പർദ്ദയുമില്ല, വെള്ള നിസ്കാര കുപ്പായാണ് ധരിക്കേണ്ടത്. അത് പോയി കുറച്ച കാലം കറുത്ത പർദ്ദയും തലയിൽ ഇഷ്ടമുള്ള കളറുള്ള മക്കനെയായി. ഇപ്പം അതും പോയി കല്യാണത്തിന് പോകും പോലെ ചമഞ്ഞൊരുങ്ങി എത്രത്തോളം ഭംഗി വരുത്താൻ പറ്റുമോ അങ്ങനത്തെ വസ്ത്രങ്ങൾ കൊണ്ടാണ് പോകുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഔസാഇ പറയുന്നത്, എനിക്ക് കറുപ്പിനോട് വെറുപ്പാണ്. കാരണം അത് മരിച്ചവർക്ക് അടക്കുന്ന വസ്ത്രമല്ല, പുതിയ ആപ്പിളയോ പുതുനാരിയോ ഇറങ്ങുമ്പോൾ പുതുക്കത്തിന് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രമല്ല, അതുപോലെ ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോൾ ധരിക്കുന്ന വസ്ത്രമല്ല കറുപ്പ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. മഹാനായ ഔസാഇ റളിയല്ലാഹു അൻഹു ലോകത്തോട് വല്ലാതെ ഉപദേശിച്ചിട്ടുണ്ട്, നന്മ കൊണ്ട് ജീവിക്കാൻ, നന്മ ലോകത്ത് കൊണ്ട് നടക്കാൻ. മഹാനവറുകൾ പറയുന്നൊരു വർത്താനമാണ്, ഇമാം വാക്കിൽ ധരിക്കുന്നു, കുന്നാ ഖബ്ലൽ യൗമി നദ്ഹഖു വനൽഅബു, പണ്ഡിതന്മാരോടുള്ള ഉപദേശമാണ്. ഇന്നത്തെ മുമ്പ് നമ്മൾ ചിരിക്കലുണ്ട്, കളിക്കലുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അമ്മാ ഇത് സിർന അയിമ്മത്തൻ യുക്തദാ ബിനാ ഫയംബഗി അൻ നതഹഫള, നാം തുടരപ്പെടുന്ന ഇമാമീങ്ങളായി മാറിയപ്പോൾ നാം വളരെ സൂക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹറാമാക്കപ്പെട്ട ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല. ഇന്നത്തെ പല കാലിമാരും പല നേതാക്കളും ചിന്തിക്കേണ്ട വിഷയമാണ്. അവർക്ക് രണ്ട് ജിഹത്ത് പറയാൻ പറ്റൂല. നമ്മൾ രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ യുവാക്കളുടെ ആളുകളാണ്. ആ നിരക്ക് പന്ത് കളി ലോകകപ്പ് ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി നമ്മൾ പോകണം, അതിൻ്റെ വേഷം ധരിക്കണം, അവിടത്ത് മറയാത്ത ഷെഡെടുത്തുകൊണ്ട് ഗാലറിയിൽ പോയിരിക്കണം. പറയാൻ പാടില്ല. നേതാക്കളായി കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവർ അവലംബിക്കും, നാം ചെയ്യുമ്പോൾ അനുകരിക്കും, നാം ചെയ്യുമ്പോൾ അവർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഏറ്റവും പൂർണ്ണമായ
ഇസ്ലാമിൻ്റെ തനിമയിൽ നിൽക്കൽ നമുക്ക് അത്യാവശ്യമാണ്. നാം ഇമാമിങ്ങളായി കഴിഞ്ഞാൽ, നേതാക്കളായി കഴിഞ്ഞാൽ, അതിൻ്റെ മുമ്പ് ചെയ്തതെല്ലാം നേതാക്കളാവുന്നതിന് മുമ്പല്ലേ ആരും അത് മാതൃകയാക്കൂല. ഇമാമിൻ്റെ വാക്ക് സ്വർണ്ണ ലിപിയിൽ എഴുതപ്പെടേണ്ടതാണ്. നാം നേതാക്കന്മാരായത് കൊണ്ട് ഇന്നത്തതിൻ്റെ മുമ്പ് നാം ചിരിക്കലുണ്ട്, കളിക്കലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു മഹാനവർകളെ പറയപ്പെടാത്ത അവരുടെ ശേഷമുള്ള കിതാബുകൾ വളരെ കുറവായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവരുടെ ഉമ്മിൽ ബഹുമാനപ്പെട്ട ഇമാം ഔസാഇനെ 38 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ 245 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അവർ 73 സ്ഥലത്ത് ഔസാഇ ഇമാമിനെ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം 68 സ്ഥലത്ത്, ഇമാം അബൂദാവൂദ് 78 സ്ഥലത്ത്, ഇമാം ഇബ്നു മാജ 77 സ്ഥലത്ത്, ഇമാം തുർമുദി 54 സ്ഥലത്ത്, ഇമാം നസായി അവരുടെ സുനനിൽ 124 സ്ഥലത്ത്, ഇമാം അഹ്മദ് അവരുടെ മുസ്നദിൽ 480 സ്ഥലത്ത്. ഇങ്ങനെ നാം കിതാബുകൾ പരിശോധിച്ചാൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാനവർകളെ പറയാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. ലോകം സമ്മതിച്ച മഹാനായ പണ്ഡിതനാണ്. അവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി മരണം വരെയും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ.